പ്രിയ സുഹൃത്തുക്കളെ, പല ആളുകൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ സംശയമുണ്ട്. ഈ ഹലാൽ ഭക്ഷണം എന്താണ്, ഈ ഹലാലെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് ഈ ജെമിനിയോട് ചോദിക്കാം. ഈ ഹലാൽ ഭക്ഷണം എന്താണ് ജെമിനി? എന്തുകൊണ്ടാണ് ഒരു ഭക്ഷണത്തിന് ഹലാൽ എന്ന് വിളിക്കുന്നത്? ഒന്ന് വ്യക്തമാവോ? എങ്ങനെയാണ് ഹലാലാകുന്നത്? ഹലാൽ ഭക്ഷണത്തെക്കുറിച്ച് ലളിതമായി താഴെ വിവരിക്കാം. ഹലാൽ എന്ന അറബി വാക്കിന്റെ അർത്ഥം അനുവദിക്കപ്പെട്ടത് അല്ലെങ്കിൽ വിഹിതമായത് എന്നാണ്. ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഒരാൾക്ക് ഉപയോഗിക്കാൻ അനുവാദമുള്ള കാര്യങ്ങളെയാണ് പൊതുവെ ഹലാൽ എന്ന് വിളിക്കുന്നത്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഭക്ഷണമാണ് ഹലാൽ. ഒരു ഭക്ഷണത്തെ ഹലാൽ എന്ന് വിളിക്കാനുള്ള പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. 1. മാംസത്തിന്റെ ഉറവിടം. എല്ലാ മൃഗങ്ങളുടെയും മാംസം ഹലാലല്ല. ഉദാഹരണത്തിന് പന്നിയിറച്ചി, നായ, പൂച്ച തുടങ്ങിയ മൃഗങ്ങളുടെ മാംസം ഹലാലല്ല. ഇതിനെ ഹറാം എന്ന് വിളിക്കും. മദ്യം അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ചേർത്ത ഭക്ഷണവും ഹലാലല്ല. 2. അറുക്കുന്ന രീതി. ദബീഹ. അനുവദിക്കപ്പെട്ട മൃഗങ്ങളെ, കോഴി, ആട്, മാട് തുടങ്ങിയവ അറുക്കുമ്പോൾ ചില പ്രത്യേക നിബന്ധനകൾ പാലിക്കണം. അറുക്കുന്ന സമയത്ത് ദൈവനാമം ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ഉച്ചരിക്കണം. മൃഗത്തിന്റെ കഴുത്തിലെ പ്രധാന രക്തക്കുഴലുകൾ മുറിച്ച് രക്തം പൂർണ്ണമായും വാർന്നു കളയണം. ഇത് മാംസം കൂടുതൽ ശുദ്ധമായിരിക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മൃഗത്തിന് അനാവശ്യമായ വേദന നൽകാത്ത വിധം മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് വേഗത്തിൽ വേണം ഇത് ചെയ്യാൻ. 3. വൃത്തിയും ശുദ്ധിയും. ഭക്ഷണം തയ്യാറാക്കുന്ന സാഹചര്യം, പാത്രങ്ങൾ, സംഭരണ രീതി എന്നിവയെല്ലാം ശുദ്ധമായിരിക്കണം. ഹറാമായ വസ്തുക്കളുമായി, ഉദാഹരണത്തിന് പന്നിയിറച്ചി അല്ലെങ്കിൽ മദ്യം, യാതൊരു സമ്പർക്കവും ഈ ഭക്ഷണത്തിനുണ്ടാകാൻ പാടില്ല. ചുരുക്കത്തിൽ, ഒരു മുസ്ലിം മതവിശ്വാസിക്ക് കഴിക്കാൻ മതപരമായി അനുവാദമുള്ളതും പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയതുമായ ഭക്ഷണത്തെയാണ് ഹലാൽ എന്ന് പറയുന്നത്. ഇന്ന് ലോകമെമ്പാടും ഇതൊരു ഗുണനിലവാര സർട്ടിഫിക്കേഷൻ, ഹലാൽ സർട്ടിഫിക്കേഷൻ കൂടിയായി മാറിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ വിവരങ്ങളോ മറ്റ് സംശയങ്ങളോ ഉണ്ടോ? വളരെ നന്ദിയുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഈ ഹലാല് ഭക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൃഗങ്ങളെ അറുക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ചില ഹോട്ടലിൽ പ്രത്യേകിച്ച് ഹലാൽ എന്ന് എഴുതി വെക്കുന്നതിൻ്റെ കാരണം തന്നെ ഇതന്നെയാണ്. അതായത് ഞങ്ങൾ ഇസ്ലാംപരമായിട്ട് മുസ്ലിങ്ങളുടെ രീതിയിൽ അറുത്തിട്ടാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത് എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയാൻ പറ്റും. അല്ലാത്തവരെന്ത് ചിന്തിക്കുകയെന്ന് വെച്ചാൽ ഹലാൽ ഭക്ഷണം എന്തോ ഒരു സംഭവമാണ്. അതിലൊരു സംഭവമില്ല. ഇത്രയൊക്കെ ഉള്ളൂ ഹലാലുമായി ബന്ധപ്പെട്ടിട്ട്. പല ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മനസ്സിലായ ഒരു ഹോട്ടലിൽ ഹലാൽ എന്ന് എഴുതി വെക്കുമ്പോൾ തന്നെ ഇതൊരു ഇസ്ലാം സ്റ്റേറ്റാക്കി മാറ്റുകയാണ്, അതാണ് ഇത് ഹലാൽ എന്ന് എഴുതിക്കുന്നത്. അങ്ങനെയല്ല. ഇപ്പം ചില മുസ്ലിങ്ങൾ ഇസ്ലാംപരമായിട്ട് ജീവിക്കുന്നവരുണ്ടോ, അവരുടേതായിട്ടുള്ള ആചാരത്തിൽ ചിട്ടകളുള്ളൂ. അപ്പം അവരുടെ കച്ചവടം കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ട് ചില ഹോട്ടലിൽ എഴുതി വെക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ അത് മനസ്സിലാക്കണം. ജെമിനി വളരെ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ ചില ആചാരങ്ങളിൽ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്പൂതിരിമാരെ ആലോചിച്ച് നോക്കൂ. നമ്പൂതിരിമാർ വളരെ ശുദ്ധമായിട്ട് വളരെ നല്ല രീതിയിൽ അവരുടേതായിട്ടുള്ള ആചാരങ്ങളിൽ ജീവിക്കുന്നുണ്ട് അല്ലേ. ചെറിയൊരു കാര്യത്തിൽ പോലും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. മനസ്സിലായോ? ഒരു അശുദ്ധിയോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട്, അതാണ് നമ്പൂതിരിമാർ. അതുപോലെ ഒരു മറുവശമാണ് ഈ ഇസ്ലാമിലും ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ. അത് എല്ലാവരും ഈ കാലഘട്ടത്തിൽ പറയുന്നില്ല, എല്ലാവരും അങ്ങനെയാണ് ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെയും ജീവിക്കുന്ന ആൾക്കാർ സമൂഹത്തിലുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളിൽ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയുക. നമ്മുടെ ജെമിനിനോട് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയുക.